പ്രണയം ഇന്നും തീവ്രമായൊരു വികാരമാണ്. അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ ആഴം തിരിച്ചറിയുന്നത്. ചിലപ്പോൾ ചില ഓർമ്മകൾക്ക് ചില ജീവിതത്തെക്കാൾ ആയുസ്സുണ്ടാകും. അനാർക്കലിയുടെ ഒരു നഷ്ടപ്രണയത്തിൻ്റെ കഥ. മഹാനായ ചക്രവർത്തി അക്ബറിൻ്റെ ഭരണത്തിന് കീഴിൽ പ്രൗഢിയോടും ഐശ്വര്യത്തോടും കൂടി മുഗൾ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലം. ആഗ്രയിലെ ചെങ്കോട്ടയിൽ യുവരാജാവായ സലീം കൊട്ടാരത്തിലെ ആഡംബരങ്ങൾക്കിടയിൽ വളർന്നു. സലീമിൻ്റെ കണ്ണുകൾ ആദ്യമായി അവളിൽ ഉടക്കിയത് ഒരു രാത്രിയിലെ രാജകീയ സദസ്സിലായിരുന്നു. 1000 നിലവിളക്കുകളുടെ പ്രഭയിൽ അവൾ നൃത്തം ചെയ്യുകയായിരുന്നു. അവൾ അനാർക്കലി, മാതളത്തിൻ്റെ മുട്ടുപോൽ അഴകുള്ളവൾ എന്നായിരുന്നു ആ പേരിനർത്ഥം. അവളുടെ സൗന്ദര്യം, കൃപ, കണ്ണുകളിലെ തിളക്കം, അതൊരു നിമിഷം മതിയായിരുന്നു രാജകുമാരൻ്റെ ഹൃദയം കവർന്നെടുക്കാൻ. കൊട്ടാരത്തിൻ്റെ നിയമങ്ങൾക്കപ്പുറം സലീമും അനാർക്കലിയും രഹസ്യമായി പ്രണയത്തിലായി. നിമിഷങ്ങൾ മണിക്കൂറുകളായി മാറി. അവരുടെ രഹസ്യ കൂടിക്കാഴ്ചകൾ പ്രണയത്തിൻ്റെ മധുരം നിറഞ്ഞതായിരുന്നു. രാജകീയ ജീവിതത്തിൻ്റെ എല്ലാ പ്രൗഢിക്കും മുകളിൽ സലീം അവളിലൊരു സാധാരണ മനുഷ്യൻ്റെ സ്നേഹം കണ്ടെത്തി. എന്നാൽ കൊട്ടാരത്തിലെ ചുവരുകൾക്ക് പോലും രഹസ്യങ്ങൾ അധികനാൾ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. രാജകുമാരൻ്റെയും ഒരു നർത്തകിയുടെയും ഈ അരുതാത്ത പ്രണയം അക്ബർ ചക്രവർത്തിയുടെ കാതുകളിലെത്തി. അദ്ദേഹം കോപാകുലനായി. തൻ്റെ മകൻ ഒരു ദാസിപ്പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അദ്ദേഹം വിധിച്ചു. എന്നാൽ തങ്ങളുടെ പ്രണയത്തെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. അവർ വീണ്ടും കണ്ടുമുട്ടി. തൻ്റെ സ്നേഹത്തിനു വേണ്ടി അദ്ദേഹം സ്വന്തം പിതാവിനോട് കലാപത്തിനൊരുങ്ങി. പിതാവും പുത്രനും തമ്മിൽ ഏറ്റുമുട്ടി. ഒടുവിൽ സലീം പരാജയപ്പെട്ടു. ചക്രവർത്തിയുടെ മുമ്പിൽ കീഴടങ്ങുകയും ചെയ്തു. രാജദ്രോഹത്തിനുള്ള ശിക്ഷ സലീമിന് വധശിക്ഷയായിരുന്നു. എന്നാൽ ആ നിർണായക നിമിഷത്തിൽ സലീമിന് പകരം ശിക്ഷ ഏറ്റുവാങ്ങാൻ അനാർക്കലി സ്വയം മുന്നോട്ട് വന്നു. തൻ്റെ പ്രിയതമൻ ജീവനോടെ ഇരിക്കാൻ അവൾ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി. അവൾക്ക് അക്ബർ ഏറ്റവും ഭീകരമായ ശിക്ഷ നൽകി. ആഗ്രക്കോട്ടയുടെ ചുവരുകളിൽ അനാർക്കലിയെ ജീവനോടെ കെട്ടിയിട്ടു. അന്ത്യനിമിഷത്തിൽ കണ്ണീരോടെയുള്ള അവസാന യാത്രയയപ്പിൽ അനാർക്കലി സലീമിനോട് പറഞ്ഞു, എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. മുഗൾ സൈനികർ ഇഷ്ടികകളും കുമ്മായവും ഉപയോഗിച്ച് അവളെ അതിനുള്ളിൽ അടച്ചു. അനാർക്കലിയുടെ നിലവിളി ആരും കേൾക്കാതായി. വർഷങ്ങൾക്കിപ്പുറം സലീം ജഹാംഗീർ എന്ന പേരിൽ മുഗൾ ചക്രവർത്തിയായപ്പോൾ തൻ്റെ പ്രണയിനിയുടെ ഓർമ്മയ്ക്കായി ലാഹോറിൽ ഒരു ശവകുടീരം നിർമ്മിച്ചു. കാലങ്ങൾക്കിപ്പുറം അനാർക്കലിയുടെയും സലീമിൻ്റെ തീവ്രമായ പ്രണയം ജനഹൃദയങ്ങളിൽ ഇപ്പോഴും മങ്ങാതെ നിലകൊള്ളുന്നു.